I lost my membership, I lost my house, I lost my uterus in an operation. But you know what I gain? I gain what Rahul Gandhi said, the freedom of not fearing you. I don't fear you, your agencies, vicious trolls, your gaudy media. I will see the end of you. മഹുവ മൈത്രയുടെ മാസ് എൻട്രിക്കാണ് ലോകസഭ സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഐ വാസ് നോട്ട് അലൗഡ് ടു സ്പീക്ക്. എന്നെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അയോഗ്യത കൽപ്പിച്ച് അവരെ പുറത്താക്കിയിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം പല നഷ്ടങ്ങളുമുണ്ടായി. എൻ്റെ പാർലമെൻറ്റ് മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടു, എൻ്റെ ഓപ്പറേഷനിൽ എൻ്റെ യൂട്രസ് നഷ്ടപ്പെട്ടു, എൻ്റെ പലതും നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഒരു കാര്യം നേടിയിരിക്കുന്നു. അതെന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഫ്രീഡം ഓഫ് നോട്ട് ഫിയറിങ് യു. നിങ്ങളെ ഒരു തരത്തിലും എനിക്ക് ഭയമില്ല. ആ ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഞാൻ നേടിയിരിക്കുന്നു. എനിക്ക് നിങ്ങളെ ഭയമില്ല, നിങ്ങളുടെ ഏജൻസികളെ എനിക്ക് ഭയമില്ല, നിങ്ങളുടെ കോടതി വിധികളെ എനിക്ക് ഭയമില്ല, നിങ്ങളുടെ ട്രോളുകളെ ഞാൻ ഭയക്കുന്നില്ല, നിങ്ങളുടെ ഗോഡി മീഡിയയെ ഞാൻ ഭയക്കുന്നില്ല. നിങ്ങളുടെ അന്ത്യം കണ്ടിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. മഹുവ മൈത്ര എഴുന്നേറ്റപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, മോദിജി, എൻ്റെ പ്രസംഗം കേട്ടിട്ട് പോകൂ. നിങ്ങൾ 2 തവണ എൻ്റെ മണ്ഡലത്തിൽ വന്ന് പ്രസംഗിച്ചതാണ്, ക്യാമ്പയിൻ നടത്തിയതാണ്, എന്നെ കേട്ടിട്ട് പോകൂ. പ്രധാനമന്ത്രിയെ അവർ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ 234 പോരാളികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കടന്നു വന്നത് തീപാതയിലൂടെയാണ്, അഗ്നിപാതയിലൂടെയാണ്. വി വാക്ക്ഡ് ഓൺ ഫയർ. ഒരു മെമ്പറെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ നിങ്ങൾക്ക് 63 മെമ്പർമാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ കൃഷ്ണനാണ് രക്ഷിച്ചത്. മഹുവ മൈത്രയെ രക്ഷിച്ചത്, പാർലമെന്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കൃഷ്ണനഗറിലെ ആളുകളാണ്, ജനങ്ങളാണ് എന്ന് മഹുവ മൈത്ര പ്രസംഗിക്കുമ്പോൾ BJPയുടെയും നരേന്ദ്രമോദിയുടെയും നെഞ്ചത്ത് തറക്കുന്ന അസ്ത്രമാണത്. പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? മംഗൽസൂത്ര, മുസ്ലിം, മഠൻ, മുജറ, എം കൊണ്ട് തുടങ്ങുന്ന എല്ലാ ക്യാമ്പയിനും നടത്തിയപ്പോഴും എന്തേ നിങ്ങൾക്ക് മണിപ്പൂരിനെ പറ്റി പറയാൻ സാധിക്കുന്നില്ല? രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ എവിടെ മണിപ്പൂർ? അവസാനം അവർ പെബ്ലോ നെരൂദയെ ഉദ്ധരിക്കുന്നു. നിങ്ങൾ തെരുവിലേക്ക് വരൂ. ആ തെരുവിൽ ഇതാ ഡെഡ് ബോഡികൾ കിടക്കുന്നു, രക്തം ഒഴുകുകയാണ്. നിങ്ങൾ മണിപ്പൂരിലേക്ക് വരൂ.